അച്ഛാ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്ന? എന്താ കാര്യം? നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആള് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വിളിപ്പിക്കോ? നീ സമാധാനായിട്ട് നിൽക്ക്. എന്തായാലും നിന്റെ അച്ഛനും അമ്മയും കൂടി നിന്നെ കൊല്ലാനൊന്നും കൊണ്ടിട്ടില്ലല്ലോ. അതെല്ലാം അറേഞ്ച് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, ബൈ. ഹായ് വിജയ്. ഹായ് സർ. ഫംഗ്ഷൻ എപ്പോഴാണ് തുടങ്ങുന്നത്? ഷാർപ്പ് 10:30 തന്നെ തുടങ്ങും. RVM ഇപ്പോ ഓൺ ദ വേ. ഞാനിതൊന്ന് അനൗൺസ് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങൾ ഇരിക്കുക. ശരി. A warm welcome to everyone gathered here. നമ്മുടെ ഫംഗ്ഷൻ കൃത്യം 10:30 ഫോറിൻ കൺട്രീസിലെ ഇത്തവണത്തെ ബിസിനസ് ഐക്കോണായ ശ്രീ RVMനെ സ്വീകരിക്കുന്ന ചടങ്ങാണിത്. വേറെ ചില ആവശ്യങ്ങൾക്കായി ലണ്ടനിൽ നിന്ന് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ശ്രീ RVM. അദ്ദേഹം കൃത്യം 10:30 തന്നെ ഇവിടെ എത്തും. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ? ഇല്ല, ഫംഗ്ഷൻ ടൈം ആവുന്നതല്ലേ ഉള്ളൂ. RVM വന്നില്ലേ? കൃത്യം 10:30 എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഡത്തിന് RVMനെ പരിചയമുണ്ടോ? പിന്നെ UAE പാം ജുമേറയില് എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റില് RVM എന്നെ കാണാൻ വന്നിട്ടുണ്ട്. മാഡത്തിനല്ലെങ്കിലും എവിടെയൊക്കെ ബന്ധം? UAE, USA? അതൊക്കെ എന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കി തന്ന ബന്ധങ്ങളാ. അല്ലെങ്കിൽ കോടീശ്വരന്മാരായ ബിസിനസ്സുകാർ മാത്രം പങ്കെടുക്കുന്ന ഈ ഫംഗ്ഷനിലേക്ക് ആരെങ്കിലും എന്നെ ഇൻവൈറ്റ് ചെയ്യോ? മാഡത്തിന്റെ പ്രശസ്തി അതൊന്നുമല്ല. പൊളിറ്റിക്സിലെ ദ്രോണാചാര്യര പ്രതാപവർമ്മ. അയാൾ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞപ്പോ മരുമകൾ അയാളെ കൈപിടിച്ച് ഉയർത്തിയില്ലേ? ഇവള് മാത്രമല്ല, ഇതിനകത്ത് മൊത്തം തള്ളുകാരാ. എന്റെ ഹസ്ബൻഡിന്റെ വല്യമ്മാവനാ പ്രതാപവർമ്മ. അയാളെ സഹായിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോ ഞാൻ സഹായിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും തകർന്നുപോയ ഫാമിലിയെ മാഡം കൈപിടിച്ച് ഉയർത്തുന്ന ആരും കരുതിയില്ല. അയാൾ എന്റെ അച്ഛന്റെ നമ്പർ 1 ശത്രുവാ. എന്നിട്ട് പോലും ഞാനതൊന്നും ഓർത്തില്ല. പരോപകാരം എന്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാ. മാഡം ആ വീട് വിൽക്കാൻ പോകുന്നത് കേട്ടു. അതെ, വിൽക്കാണ്. അത് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ? അത് വിൽക്കുന്നതിനോടൊപ്പം പുതിയൊരെണ്ണം വാങ്ങുന്നുണ്ട്. An ultra modern bungalow. എല്ലാരും ജോലിയൊന്നും നിർത്തിക്കേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒരു സാഡ് ന്യൂസാ. എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ അതിജീവിക്കുമെന്ന വിശ്വാസത്തോടെ എല്ലാവരും ഈ കാര്യമൊന്നും കേൾക്കണം. ചേച്ചി, ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. അതായത് നമ്മുടെ സ്റ്റിച്ചിങ് കമ്പനി മറ്റൊരു മാനേജ്മെന്റ് ടേക്ക് ഓവർ ചെയ്തു. വിദേശത്തു നിന്ന് വന്ന മലയാളിയായ ഒരു കോടീശ്വരൻ അയാളുടെ RR എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയുമായി ലയിപ്പിക്കാൻ നമ്മുടെ മുതലാളിയോട് ഇത് വിലയ്ക്ക് വാങ്ങി. ചതിച്ചോ ദൈവമേ. ഇത്രയും വലിയ കമ്പനിയുമായി നമ്മുടെ കമ്പനിയെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെയൊക്കെ കാര്യത്തിന് ഇനിയൊരു പ്രതീക്ഷയും വേണ്ട. അവരവിടെ ഡിസൈനിങ് പഠിച്ച വളരെ എക്സ്പീരിയൻസ് ഉള്ളവരെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവരുടെയും എന്റെയും ജോലി പോകാൻ സാധ്യതയുണ്ട്. മാനേജ്മെന്റ് എന്നെ അറിയിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെക്കാൾ കഷ്ടമാ എന്റെ സ്ഥിതി. അപ്പോ എന്റെ സ്ഥിതിയോ? എത്രേ? 200. കയറുക. കണ്ടിട്ട് നല്ല അടിപൊളി പരിപാടിയാണെന്ന് തോന്നുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വെറും ആപ്പൂപ്പകളൊന്നുമല്ല, വലിയ വലിയ ബിസിനസ്സുകാരാ. അത് ഓർമ്മ വേണം. മനസ്സുകൊണ്ട് അവരൊക്കെ കച്ചവടക്കാരാണെങ്കിലും
വേഷം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവര് വളരെ മാന്യത പുലർത്തുന്നവരാ. അതുകൊണ്ട് നിന്റെ തനി സ്വഭാവം അവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് നിന്നോളണം. വാങ്ങിട്. വാ മോളെ. എന്തടി? അല്ല വേണുവേട്ടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നമ്മൾ കുറച്ച് വസ്തു വാങ്ങിക്കാമെന്ന് ഒരു പ്ലാൻ ഇട്ടില്ലേ? അതിന്റെ ഓണർ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൊള്ളുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ആണല്ലോ, ഗിഫ്റ്റ് ഒന്നും വാങ്ങാതെ. അതൊന്നും വേണ്ട. ഗിഫ്റ്റൊക്കെ ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടി ഇവിടെ നടക്കണേ. ആ, നിങ്ങൾ വാ. ഞാൻ മൂന്നാറില് ഒരു റിസോർട്ട് വാങ്ങിക്കാൻ എഗ്രിമെന്റ് എഴുതി. മൂന്നാറില് കൈവച്ച പൊള്ളോ? ആ, മൂന്നാറിൽ മുടിഞ്ഞ തണുപ്പല്ലേ മാഡം? സീസൺ ആവുമ്പോ മാത്രമേ ഉള്ളൂ. ലാഭകര. എന്നാ ഞാനിപ്പോ വരാം. അച്ഛാ, ആ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താ കാര്യം? നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആള് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വിളിപ്പിക്കോ? നീ സമാധാനമായിട്ട് നിൽക്ക്. എന്തായാലും നിന്റെ അച്ഛനും അമ്മയും കൂടി നിന്നെ കൊല്ലാനൊന്നും കൊണ്ടിട്ടില്ലല്ലോ. നീ അങ്ങോട്ട് നോക്കി. ഇതാ കൾച്ചർലെസ് ഫാമിലി അല്ലേ? ഇവരെന്താ ഇവിടെ? ഇവരാരെങ്കിലും വിളിച്ചതാണോ? ഈ തറകളൊക്കെ ആര് വിളിക്കാനാ? എന്തായാലും ദീപ് ഒന്ന് പോയി ചോദിക്കും. കാര്യം എന്താന്ന് അറിയണമല്ലോ. തല്ലൊന്നും വേണ്ട കേട്ടോ, മര്യാദയ്ക്ക് പറഞ്ഞാ മതി. അവരവരുടെ പാട്ടിന് പൊക്കോളൂ. വേണുവേട്ടാ, ദേവൻ ആംബിയുടെ തലതെറിച്ച മോൻ. അവന്റെ വരവ് കണ്ടിട്ടെ പഴയതിന്റെ ഇരട്ടി വഴക്കിനുള്ള ലക്ഷണമുണ്ട്. എന്ത് പ്രകോപനം ഉണ്ടായാലും നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആളെ നമ്മൾ മാനിക്കണം. അത് ശരി, നിങ്ങളെല്ലാരും കൂടി എന്താ ഇവിടെ? അല്ല, അത് നിങ്ങളൊക്കെ എപ്പോഴും ജീവനോടുണ്ടോ? ആ, ഞാൻ കരുതി നിങ്ങളൊക്കെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി കാണുമെന്ന്. ദീപക്കെ, വർമ്മ സാറിന് എന്തുണ്ട് വിശേഷം? വർമ്മ സാറോ? അങ്ങനെ വീട്ടില് നാട്ടില് നശിച്ച് നാണം കെട്ട് പുറത്തിറങ്ങാൻ വയ്യാതെ വീട്ടിലിരിപ്പുണ്ട്. നീ എന്താ ഇവിടെ? ഞാനെന്താ എവിടെന്നോ? അത് കൊള്ളാം. ഞാനും എന്റെ ഭാര്യയുണ്ട്. ഞങ്ങള് ബിസിനസ്സുകാരല്ലേ, അതുകൊണ്ടേ ക്ഷണിക്കപ്പെട്ട അതിഥികളാ. അല്ല, അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളെന്താ ഇവിടെ?